നമസ്കാരം. കവടിയാറിലുണ്ടായ ആ അതിവേഗ കാർ അപകടം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. മധുവിധു ആഘോഷങ്ങൾക്കിടയിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയോ അമിത വേഗതയോ തകർത്തെറിഞ്ഞത് നൌഷിജയുടെയും ആഷിഖിന്റെയും വലിയ സ്വപ്നങ്ങളെയാണ്. ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് വിധി ഇങ്ങനെ ക്രൂരനായത്. B.Ed പഠനം പൂർത്തിയാക്കി പ്രിയപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകർന്ന അധ്യാപികയാകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു നൌഷിജ. തന്റെ സ്വപ്നങ്ങളിലേക്കും പ്രിയതമനൊപ്പമുള്ള പുതിയ ജീവിതത്തിലേക്കും പിച്ചവെച്ചു തുടങ്ങുന്നതിനിടയിലാണ് വിധി മരണത്തിന്റെ രൂപത്തിൽ ആ പെൺകുട്ടിയെ തട്ടിയെടുത്തത്. മാർച്ച് 28-നാണ് പാലക്കാട് ചിറ്റൂർ പെൽപ്പള്ളി സ്വദേശിനി നൌഷിജയുടെയും കൊടുവായൂർ സ്വദേശി ആഷിഖിന്റെ വിവാഹം നടന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആഷിഖ് വിവാഹത്തിനായാണ് നാട്ടിലേക്ക് എത്തിയത്. യുദ്ധ സാഹചര്യങ്ങൾ കാരണം ലീവ് നീട്ടിക്കിട്ടിയ ആശ്വാസത്തിലായിരുന്നു ഇരുവരും. കഴിഞ്ഞയാഴ്ച വണ്ടിത്താവളം ചന്ദനക്കുടം ഉത്സവത്തിനായി നൌഷിജയുടെ വീട്ടിലെത്തി സന്തോഷത്തോടെ മടങ്ങിയ ദമ്പതികൾ അടുത്തയാഴ്ച വിദേശത്തേക്ക് തിരികെ പോകാനിരിക്കവെയാണ് അവസാനത്തെ യാത്രയായി തലസ്ഥാന നഗരിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളെ കാണണമെന്നും നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കണമെന്നുമുള്ള ആഗ്രഹവുമായാണ് ഇരുവരും വ്യാഴാഴ്ച രാത്രി തന്നെ പാലക്കാട് നിന്ന് പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നഗരത്തിലെത്തിയ ഇവർ സിവിൽ സർവീസ് അക്കാദമിയിലെ വിദ്യാർത്ഥിയായ ബന്ധു ആസ്മയെ കാണുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു കവടിയാർ കുറവൻകോണം റോഡിൽ മരണം പതുങ്ങിയിരുന്നത്. നടപ്പാതയിലൂടെ ആഷിഖിന്റെ കൈപിടിച്ച് നടക്കുകയായിരുന്ന നൌഷിജയുടെ അടുത്തേക്ക് നിയന്ത്രണം വിട്ട വെളുത്ത കാർ പാഞ്ഞു കയറുകയായിരുന്നു. കുറവൻകോണം സ്വദേശിയായ 77-കാരനായ മോഹൻ തോമസ് എന്ന വയോധികൻ ഓടിച്ച കാർ നൌഷിജയും ആഷിഖിനും ആസ്മയും ഇടിച്ചു തെറിപ്പിച്ചു. നടപ്പാതയിലെ കല്ലുകളെല്ലാം തകർത്തെറിഞ്ഞ ചീറിപ്പാഞ്ഞ കാർ മറ്റു വാഹനങ്ങളിലേക്കും ഇടിച്ചു കയറി നിന്നു. ആ നിമിഷം വരെ ചിരിച്ചു സംസാരിച്ചു നടന്ന നൌഷിജ ചോരയിൽ കുളിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നൌഷിജയെ രക്ഷിക്കാനായില്ല. ആന്തരിക ക്ഷതങ്ങളേറ്റ ആഷിഖ് സാനു ഇപ്പോൾ കിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബന്ധുവായ ആസ്മയ്ക്കും മറ്റു യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. BP വ്യതിയാനം കാരണം ബോധം നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് കാർ ഓടിച്ച് മോഹൻ തോമസ് പോലീസിന് മൊഴി നൽകിയത്. എങ്കിലും അമിത വേഗമാണ് അപകടത്തിന്റെ ആഴം കൂട്ടിയിരുന്ന ദൃക്സാക്ഷി മൊഴികൾ വയോധികന്റെ ഡ്രൈവിംഗിലെ പിഴവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുറവൻകോണത്തെ ഈ വില്ലൻ കാർ കവർന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയാണ്. അധ്യാപികയാകാനുള്ള നൌഷിജയുടെ ആഗ്രഹവും ആഷിഖിനൊപ്പം വിദേശത്ത് കെട്ടിപ്പടുക്കാനിരുന്ന ജീവിതവും ഒക്കെയാണ് നിമിഷ നേരം കൊണ്ടില്ലാതായത്. മകളുടെ മരണ വിവരം അറിഞ്ഞ പത്തനംതിട്ടയിലെത്തിയ നൌഷാദും ലൈലയും നൌഫിലയും ആശ്വാസമില്ലാത്ത വേദനയിലാണ്. വരും ദിവസങ്ങളിൽ ആഷിഖിനൊപ്പം വിദേശത്തേക്ക് പറക്കേണ്ടിയിരുന്ന നൌഷിജ ഒടുവിൽ പാലക്കാട്ടെ മണ്ണിലേക്ക് എന്നേക്കുമായി മടങ്ങി. ശാരീരിക അസ്വസ്ഥതകളുള്ളവർ വാഹനമോടിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് IMA ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. BP-യിലോ പ്രമേഹത്തിലോ വ്യതിയാനം തോന്നിയാൽ വാഹനം ഒതുക്കി നിർത്തണമെന്ന നിർദ്ദേശം വകവയ്ക്കാതെ വളയം പിടിക്കുന്നത് എത്രത്തോളം വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു മധുവിധി യാത്ര ഇത്രയും വലിയൊരു വിലാപമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. നൌഷിജയുടെ വിയോഗം കേരളത്തിലെ റോഡുകളിലെ സുരക്ഷാ പാളിച്ചകളിലേക്കുള്ള ഗൗരവകരമായ ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുകയാണ്. ഈ അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ കാഴ്ചക്കാരൻ നിന്നപ്പോൾ സ്ഥലത്തെത്തിയ BJP നേതാവ് സന്ദീപ് വാചസ്പതിയാണ് പരിക്കേറ്റവരെ തന്റെ കാറിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും നൌഷിജയുടെ ജീവൻ നഷ്ടമായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് സന്ദീപ് വാചസ്പതി ഒരു കുറിപ്പ് പങ്കിട്ടിട്ടുണ്ട്. അപകട സ്ഥലങ്ങൾ കാഴ്ച ബംഗ്ലാവുകളല്ല എന്നാണ് തിരിച്ചറിയുക. ഇന്നലെ കവടിയാർ കുറവൻകോണം റോഡിലുണ്ടായ ഭീകരമായ വാഹനാപകട സ്ഥലത്തും ഓടിക്കൂടിയ പലരും ഏതോ കൗതുക കാഴ്ച കാണുന്ന തരത്തിലാണ് പ്രതികരിച്ചതെന്ന് ഖേദത്തോടെ പറയട്ടെ. നിയന്ത്രണം വിട്ട കാർ 8ഓളം ആൾക്കാരെയും 2 ബൈക്കുകളെയും ഇടിച്ചു തെറിപ്പിച്ച ശേഷം മറ്റൊരു കാറിൽ ഇടിച്ചു നിന്ന സ്ഥലത്ത് പുലർത്തേണ്ട ജാഗ്രതയോ ധീരതയോ ഒന്നും പലർക്കും ഉണ്ടായില്ല. ഒരുപക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. എങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ ജീവൻ അപകടത്തിലാകരുതെന്നെങ്കിലും ചിന്തിക്കണം. സഹായത്തിന് സമീപിച്ച പലരും മുഖം തിരിച്ച ശേഷമാണ് ആ ചെറുപ്പക്കാരൻ എന്റെ കാറിന് മുന്നിലെത്തിയത്. അപ്പോഴേക്കും അപകടം നടന്ന 15 മിനിറ്റ് കഴിഞ്ഞിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന നൌഷിജയെയും അലി അക്ബറെയും കാറിൽ കയറ്റാൻ ഞാൻ തയ്യാറായെങ്കിലും വീണ് കിടക്കുന്ന അവരുടെ അടുത്തേക്ക് എനിക്ക് ആ കാർ എത്തിക്കാനായില്ല. കാരണം എന്റെ മുന്നിലുള്ള കാറുകൾ ഓഫാക്കി ഉടമസ്ഥർ കാഴ്ച കാണാൻ പോയിരുന്നു. അവരെ കണ്ടെത്തി കാറുകൾ മാറ്റിക്കാൻ വീണ്ടും ഒരു 5 മിനിറ്റ് വേണ്ടി വന്നു. ഒടുവിൽ ട്രാഫിക് ബ്ലോക്കിൽ കൂടി കാർ തിരിക്കാനും സമയം കുറെയെടുത്തു. SUT ആശുപത്രിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ പറക്കുകയായിരുന്നു. നിർത്താതെയുള്ള ഹോൺ കേട്ട് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ ഒതുക്കിത്തരാൻ എല്ലാവരും തയ്യാറായി എന്നതാണ് ആകെയുള്ള ആശ്വാസം. 1 വേ ട്രാഫിക്കൊക്കെ തെറ്റിച്ചാണ് ആശുപത്രിയിലെത്തിയത്. കൂടെയുണ്ടായിരുന്ന അനുജൻ പ്രതീഷിനെ കൊണ്ട് അപ്പോഴേക്കും ആശുപത്രി വിളിപ്പിച്ച് മുന്നറിയിപ്പ് നൽകാനും കഴിഞ്ഞു.
പക്ഷേ അതുകൊണ്ടൊന്നും നൌഷിജയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അലി അക്ബർക്ക് അത് സഹായമായി. എങ്കിലും അല്പം നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ എന്ന വിഷമം ബാക്കി. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ 5 വയസ്സുകാരി സാവിത്രി മുൻസീറ്റിൽ നിശബ്ദമായി ചിറ്റപ്പന്റെ മടിയിൽ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ കിംസ് ആശുപത്രിയിലെത്തി നൌഷിജയുടെ ഭർത്താവ് ആഷിഖ് സാനിനെ സന്ദർശിക്കുകയും മെഡിക്കൽ കോളേജ് മസ്ജിദിലെത്തി നൌഷിജയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തുവെന്ന ധാരണയിൽ എഴുതിയതല്ല ഇത്, മറിച്ച് അപകട സ്ഥലങ്ങളിൽ നാം ഓരോരുത്തരും പുലർത്തേണ്ട മര്യാദയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുവാനായിരുന്നു എന്നാണ് ഈ പോസ്റ്റ് പങ്കിട്ട് അദ്ദേഹം വ്യക്തമാക്കിയത്. 77 വയസ്സുകാരനായ മോഹൻ തോമസ് ഓടിച്ചിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ഈ റോഡ് അരികിലേക്ക് പാഞ്ഞു കയറിയത്. ഇതിന് രക്തസമ്മർദ്ദമുണ്ടായ പെട്ടെന്നുള്ള വ്യതിയാനമാണ് ഈ ദുരന്തത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഓടിച്ചിരുന്ന ഇന്നോവ ക്രിസ്റ്റ കാർ അമിത വേഗതയിൽ മറ്റു വാഹനങ്ങളിലേക്കും കാൽനട യാത്രക്കാർക്കിടയിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. പരിശോധനയിൽ ഇതിന് രക്തസമ്മർദ്ദത്തിന് പെട്ടെന്ന് വ്യതിയാനമുണ്ടായതായി കണ്ടെത്തി. ഇതോടെയാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ബ്രേക്കിന് പകരം ആക്സിലേറ്ററിൽ കാൽ അമരുകയും ചെയ്തു എന്നാണ് കരുതുന്നത്. മധ്യവിധു ആഘോഷിക്കാനെത്തിയ പാലക്കാട് സ്വദേശിനി നൌഷിജയ്ക്ക് ഈ അശ്രദ്ധമായ നീക്കം ജീവഹാനിയായി മാറി. വിവാഹം കഴിഞ്ഞ് 40 ദിവസം തികയും മുൻപെയാണ് ഈ യുവതി യാത്രയായത്. നൌഷിജയുടെ ഭർത്താവ് ആഷിഖിനും അപകടത്തിൽ പരിക്കേൽക്കുകയായിരുന്നു. നൌഷിജയുടെ മരണം പോലും അറിയാതെ ആശുപത്രി കിടക്കയിൽ മല്ലിടുകയാണ് ആഷിഖ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളവർ വാഹനം ഓടിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുകൂടി ഈ സംഭവം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. സംഭവത്തിൽ മോഹൻ തോമസിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദഗ്ധ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. ഡ്രൈവർമാരുടെ ആരോഗ്യനിലയും റോഡ് സുരക്ഷയും എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന ഗൗരവകരമായ ചർച്ചയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വാഹനത്തിന്റെ യന്ത്ര തകരാറുകൾ പരിശോധിക്കാൻ നമ്മൾ കാട്ടുന്ന ജാഗ്രത ഡ്രൈവറുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടി ഉണ്ടാകണ്ടേ? കവടിയാർ അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന 77-കാരൻ പെട്ടെന്നുണ്ടായ രക്തസമ്മർദ്ദ വ്യതിയാനമാണ് ഈ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കിയത്. ഒരു നിമിഷത്തെ ശാരീരിക തളർച്ചയോ ബോധക്ഷയമോ ഒരു വലിയ ജനക്കൂട്ടത്തിന് മേൽ മരണം വിതയ്ക്കാൻ കാരണമായേക്കാമെന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉള്ളവരെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരൊക്കെ ഈ വാഹനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. കാഴ്ചശക്തിയിൽ ഉണ്ടാകുന്ന കുറവ്, ഹൃദയമിടിപ്പിലെ വ്യതിയാനം, രക്തസമ്മർദ്ദം എന്നിവ ഈ ഡ്രൈവിംഗിനെ ഗുരുതരമായി തന്നെ ബാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നിശ്ചിത പ്രായം കഴിഞ്ഞാൽ കർശനമായ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുകയുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരം പരിശോധനകൾ പലപ്പോഴും നാമമാത്രമായി മാറുകയാണ്. റോഡിൽ കാൽനട യാത്രക്കാരുടെയും മറ്റു വാഹനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഡ്രൈവറുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത അനിവാര്യമാണ്. കവടിയാറിലെ അപകടം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സ്പീഡോമീറ്ററിലെ വേഗത പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പൾസ് റേറ്റുമെന്ന്. അശ്രദ്ധ മാത്രമല്ല, അവഗണിക്കപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളും റോഡിലെ കൊലയാളി കളമായേക്കാം. ഒരു നിമിഷത്തെ ശാരീരിക ആസ്വാസ്ഥ്യം തകർത്തത് ഒരു കുടുംബത്തിന്റെ ആകെ സ്വപ്നങ്ങളാണ്. ഈ അപകടം വെറും ഒരു വാർത്തയിൽ ഒടുങ്ങരുത്. വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കവടിയാർ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റോഡിലെ നിയമങ്ങൾ പാലിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം ശാരീരിക ക്ഷമതയും ഓരോ ഡ്രൈവർമാരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത്തരം ദാരുണമായ വിയോഗങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കൂ. അപകടം നടന്നയുടൻ ഓടിയെത്തിയ സന്ദീപ് വാചസ്പതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. പക്ഷേ ഇതിലൂടെ ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട് വരും ദിവസങ്ങളിൽ റോഡുകളിൽ കൂടുതൽ സുരക്ഷിതമാകുമെന്ന് നമുക്ക് കരുതാം.